ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ബിഗ് ബോസിന്റെ മൈൻഡ് ഗെയിമിലും ആദിലയുടെയും നൂറയുടെയും പ്രൊവോക്കിംഗ് ഗെയിമിലും തല കുത്തനെ വീണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ് നെവിൻ. ഇതാണ് ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൊണ്ട് തലവെച്ചാൽ ഇതുപോലിരിക്കും. ബിഗ് ബോസിനെ പോയി വെല്ലുവിളിച്ചതാണ് നെവിൻ ചെയ്ത ആദ്യത്തെ തെറ്റ്. ജിസേലും അനുമോളും തമ്മിൽ നടന്ന വിഷയങ്ങളൊക്കെ ബിഗ് ബോസ് കണ്ടതാണ്. അതിന് ബിഗ് ബോസ് നടപടിയെടുക്കും. പക്ഷെ അതിനു മുമ്പ് തന്നെ ഒന്നുകിൽ ഞാൻ ഇല്ലെങ്കിൽ അനുമോൾ എന്ന് പറഞ്ഞ് ക്യാമറയിൽ പോയിട്ട് വലിയ ഷോ ഇറക്കി. നെവിൻ വിചാരിച്ചു നെവിന് പുറത്ത് ഭയങ്കര ഫാൻസ് ആണ്, അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസ് നെവിനെ വിട്ട് അയ്യോ മോനെ പോവല്ലേ എന്ന് പറഞ്ഞ് കാല് പിടിച്ച് ബിഗ് ബോസ് നിൽക്കുമെന്ന് നെവിൻ വിചാരിച്ചു. ആ ഓവർ കോൺഫിഡൻസ് ആണ് നെവിന് പാരയായത്. ഇന്ന് ബിഗ് ബോസ് നെവിന്റെ ഈഗോയെ ഹേർട്ട് ചെയ്യാൻ തന്നെയാണ് ചോദിച്ചത്. ക്യാമറയുടെ മുമ്പിൽ വന്ന് പറഞ്ഞത് എന്ത് ഉദ്ദേശത്തിലാണ്, എന്താണ് ഇത് തമ്മിൽ ബന്ധം? അപ്പോൾ പോകണമെന്ന തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണോ? എങ്കിൽ ഞാൻ ഗേറ്റ് തുറന്നിട്ടിട്ടുണ്ട്, ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. പോകുന്നെങ്കിൽ പോകട്ടെ. കാരണം ബിഗ് ബോസിനെ തന്നെയാണ് നെവിൻ വെല്ലുവിളിച്ചത്. നെവിന് അവിടെ വേണമെങ്കിൽ സോറി ബിഗ് ബോസ്, അപ്പോഴത്തെ ഒരു ആവേശത്തിൽ ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഇനി അത് പറയില്ല, സോറി എന്ന് പറഞ്ഞ് ഊരാമായിരുന്നു. പക്ഷെ അതിനിടയിൽ ആദിലയും നൂറയും കയറി പറഞ്ഞു, എടാ നീ വലിയ ഡയലോഗ് അടിച്ചല്ലേ പോകുന്നത്, നട്ടല്ലുണ്ടെങ്കിൽ ഇറങ്ങി പോടാ, നീ ആണാണെങ്കിൽ പോയി കാണിക്ക്, വലിയ ഡയലോഗ് അടിച്ചാണല്ലോ നീ ഇവിടെ കിടന്നതെന്ന് ആദിലയും നൂറയും കൃത്യമായ സമയത്ത് ഇടപെട്ടു. കാരണം കഴിഞ്ഞ ദിവസവും ഇന്നും ഒക്കെ നെവിൻ ഭയങ്കര ഫുഡിൻ്റെ കാര്യത്തിൽ കണക്ക് പറയുന്നതാണെങ്കിലും അതുപോലെ ജിസേലാണെങ്കിലും അവരാകെ അങ്ങ് പിള്ളേരവിടെ പ്രാന്തെടുത്ത് നിൽക്കുകയാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. അതൊന്ന്. രണ്ടാമത് ഈ നൂറയെ കുറിച്ചൊക്കെ ഇദ്ദേഹം പലരിടത്തും പോയി പലതും പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്ത് വന്നിട്ട് ഇതുവരെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടൊന്നും സംസാരിച്ചിട്ടില്ല എന്നൊക്കെ പലരുടെയും പറഞ്ഞു എന്നാണ് പറയുന്നത്. ഓൾറെഡി ആദിലയ്ക്കും നൂറയ്ക്കും നെവിനും തമ്മിലൊരു പ്രശ്നം അവിടെ ഉണ്ട്. അപ്പൊ ഈ അവസരത്തിൽ ഇന്ന് രാവിലെ തൊട്ട് നെവിൻ ഈ ഡയലോഗ് അടിക്കുകയാണ്. അപ്പോഴേ ആദില ചോദിക്കുന്നുണ്ട്, നീ അപ്പോൾ ബിഗ് ബോസ് അനുമോളെ പുറത്താക്കിയില്ലെങ്കിൽ നീ പോകുമോ എന്ന് ആ ഫ്രിഡ്ജിന്റെ അവിടെയൊക്കെ വെച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോഴും ഈ നെവിൻ പറയുന്നുണ്ട് ഞാൻ പോകുമെന്ന്. ഉചിതമായ സമയത്ത് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ആദിലയും നൂറയും നൈസായിട്ട് ഉപയോഗിച്ചു. ഗെയിം ചേഞ്ചേഴ്സ് ആയി നെവിൻ ബിഗ് ബോസ് വീടിന് പുറത്തുമായി. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.